ദുബായിൽ നിന്ന് എൻ്റെ കൊച്ചിൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ ഫുഡും ഷെൽട്ടറും ഒക്കെ ബുദ്ധിമുട്ടായാൽ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. അപ്പം നമുക്കൊരു ബിലീഫ് ഉണ്ട് ഇതൊരു റീബേർത്ത് ആണ്. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലവ് സ്റ്റോറിയാണ്. തെരുവിൽ ജനിച്ചൊരു പൂച്ചക്കുട്ടിയുടെയും അതിനെ സ്നേഹിച്ച ഒരാളുടെയും കഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ദുബായിൽ തെരുവിൽ ആരും ഇല്ലാതെ ജനിച്ചൊരു അച്ചു എന്ന് പറയുന്നൊരു പൂച്ചക്കുട്ടിയാണ്. 6 മാസം മുമ്പാണ് ഇദ്ദേഹത്തിന് ഞാൻ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി ക്യാറ്റ്സിന് ആഹാരം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവളുടെ അമ്മ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് പേര് വരുമായിരുന്നു, അവളും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ 2-3 പല പ്രസവങ്ങളും കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ട് 3 ക്യാറ്റ്സിനെ അവിടെ പ്രസവിച്ചു. അതിൽ 2 പേര് ഉണ്ടായി, 2 പേര് പോയി. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അക്കോമഡേഷൻ്റെ റൂമിലോട്ട് വന്നപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇവള് കൊണ്ടാക്കിയാണ്, അവളുടെ അമ്മ കൊണ്ടാക്കിയാണ്. ഇവള് അവിടെ കൊണ്ട് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ആക്കിയിട്ട് പോകുന്ന പോലെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവളെ കാണുന്നു. എനിക്ക് മനസ്സിലായി അവളെ നമ്മളെ ഏൽപ്പിച്ചതാണ്, ഇനി നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ഒരു ഇതായിട്ട് തോന്നി. കാര്യം പുറത്ത് കിടന്നാൽ മറ്റു പൂച്ചകൾ കടിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയുണ്ട്. ഞാൻ അന്ന് തൊട്ട് ഇവൾ എൻ്റെ റൂമിലാണ് കിടന്നത്. അന്ന് രാത്രി അവളവിടെ കിടന്നു. ഞാനൊരു പില്ലോ കവറൊക്കെ വെച്ച് കൊടുത്തു. അവൾ എൻ്റെ 2 പില്ലോയുടെ ഇടയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ഈ നിമിഷം വരെ അവളെന്നെ വിട്ടുപോയിട്ടുമില്ല, ഇനിയോട്ട് പോകത്തുമില്ല, എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഇവളുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് അച്ചു എന്നാണ്. ഇവളുടെ അമ്മയുടെ പേര് മുത്ത് എന്നാണ് ഞാൻ ഇട്ടിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഒരു മനസാക്ഷിയുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത്, ഞാനും മാത്രമല്ല എൻ്റെ വൈഫും മോളും എല്ലാം ചിന്തിച്ചത്, ഇവിടെ ഫുഡും ഷെൽട്ടറും ഒക്കെ ബുദ്ധിമുട്ടായാൽ അവൾക്കതൊരു പ്രയാസമാവും. അപ്പം ഞാനും ഫാമിലിയും എൻ്റെ വൈഫും മോളും എല്ലാം ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവളെ ദുബായിൽ നിന്ന് എൻ്റെ കൊച്ചിൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. നാട്ടിൽ ഞങ്ങൾക്ക് ഓൾറെഡി 2 ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. അപ്പം നമുക്കൊരു ബിലീഫ് ഉണ്ട് ഇതൊരു റീബേർത്ത് ആണ്. കാരണം അവളുടെ ചേഷ്ടകളൊക്കെ ഇവൾക്കുണ്ട്. അവൾ അത് അങ്ങനെ റീബേർത്തായിട്ട് ഇവളിലൂടെ വന്ന്, കാര്യം അവളും പോകുമ്പോഴത്തേക്ക് അവൾക്ക് 17 വയസ്സായിരുന്നു. ഇപ്പോൾ അവളുടെ ഒരു ട്വിൻ ആളുണ്ട്, അവൾക്ക് 18 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയും ടേക്ക് കെയർ ചെയ്താണ് അവളെ കൊണ്ടുപോയത്. മക്കളെ അത് തന്നെ പോലെയെന്നല്ല, മക്കൾ തന്നെയാണ്. അപ്പോൾ ഇവളെ ആ റീബേർത്ത് പോലെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളും അതുമാതിരി ആ ഒരു 5ാമനായിട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളോടൊപ്പം സുഖമായിട്ട് കഴിയും. ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ച ശേഷം ഉണ്ടാകുന്ന ഒരു കൺസേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അപ്പോഴങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിലെ അലക്സ്, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഹരി ത്രൂ ഒന്ന് നോക്ക് നടക്കും. അങ്ങനെ ഹരി ത്രൂ എല്ലാ അതിൻ്റെ പേപ്പർ വർക്കും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ടുപോകുന്നത്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയ പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ദുബായിൽ ജനിച്ച അച്ചുകുട്ടി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ച കൃഷ്ണകുമാർ ചേട്ടനൊപ്പം സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും ഈ പൂച്ചക്കുട്ടിയുടെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം.